PSCയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് റിസർച്ച് ഓഫീസർ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മുൻ വർഷത്തിൽ ചോദിച്ച ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നമ്മുടെ സിലബസിൽ യൂണിറ്റ് 1 ഉണ്ട്, യൂണിറ്റ് 2 ഉണ്ട്. അപ്പൊ അതിൽ യൂണിറ്റ് 1 വരുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ഓൾജിബ്ര, അതിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പ്ലസ് യൂണിറ്റ് 2 നമ്മൾ ഇന്റഗ്രൽ കാൽക്കുലസും പിന്നെ അതുപോലെ കോർഡിനേറ്റ് ജോമെട്രിയും വരുന്നുണ്ട്. അപ്പം ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ അവിടെ നിൽക്കട്ടെ, അതല്ലാതെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഓൾജിബ്ര പിന്നെ യൂണിറ്റ് 2 കോർഡിനേറ്റ് ജോമെട്രി, ഇത്രയാണ് നമ്മളിത് നോക്കുന്നത്. അപ്പൊ നോക്കിയേ, അരിത്തമെറ്റിക് മീനും ജോമെട്രിക് മീനും AM ആൻഡ് GM എന്ന് വെച്ചാൽ അരിത്തമെറ്റിക് ജോമെട്രിക് മീനും. രണ്ട് പോസിറ്റീവ് നമ്പർ ഉണ്ട് A ആൻഡ് B. അവരുടെ അരിത്തമെറ്റിക് മീനും ജോമെട്രിക് മീനും 10ഉം 8ഉം ആണെങ്കിൽ റെസ്പെക്റ്റീവ്ലി ആണെങ്കിൽ എന്റെ ബിന്റെ വാല്യൂ എന്താണ്? ഇതെന്താ അരിത്തമെറ്റിക് മീൻ എന്ന് വെച്ചാൽ എന്താ? മീൻ വെച്ച് കഴിഞ്ഞാൽ ശരാശരി എന്നൊരു അർത്ഥമുണ്ട്, അതായത് ആവറേജ്. അരിത്തമെറ്റിക് മീൻ എന്ന് വെച്ചാൽ ബേസിക്കലി ആവറേജ് എന്ന് ഉദ്ദേശിക്കുന്നത്. രണ്ട് നമ്പറിന്റെ ആവറേജ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താ? രണ്ട് നമ്പറിന്റെ ആവറേജ് എപ്പോഴും എങ്ങനെ കണ്ടുപിടിക്കും? ശരാശരി ടോട്ടൽ സം ബൈ ടോട്ടൽ നമ്പർ. സമ്മ് A+B, ടോട്ടൽ എത്ര നമ്പർ ഉണ്ട്? Aയും Bയും രണ്ട് നമ്പർ ഉണ്ട്. ഇതല്ലേ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്, അതായത് ആവറേജ്. അപ്പം A+B എത്ര വരും? 20. അതായത് ആവറേജ് 10 ആണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് നമ്പർ കൂട്ടുമ്പോൾ 20 കിട്ടണം. ഇനി ജോമെട്രിക് മീൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ എന്താ? അരിത്തമെറ്റിക് മീൻ A+B/2 ആണെങ്കിൽ ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് എടുത്തിട്ട് അവരുടെ റൂട്ട് എടുക്കുക, രണ്ട് നമ്പർ ഗുണിക്കുക, റൂട്ട് എടുക്കുക. അതാണ് ജോമെട്രിക് മീൻ എന്ന് പറയുന്നത്. അത് എത്ര തന്നിട്ടുണ്ട്? 8. അങ്ങനെങ്കിൽ AB എന്ന് പറയുന്നത് റൂട്ട് AB 8 ആണെങ്കിൽ രണ്ട് സൈഡിലും സ്ക്വയർ എടുത്തേ. 8ന്റെ സ്ക്വയർ 64. അപ്പൊ റൂട്ട് പോകണമെങ്കിൽ ഇതിന്റെ സ്ക്വയർ എടുക്കണം, അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ AB 64 വരും. അത്രേ ഉള്ളൂ. ഗുണിക്കുമ്പോൾ 64, കൂട്ടുമ്പോൾ 20 കിട്ടുന്ന ഒരു നമ്പർ. ഓപ്ഷൻ നോക്കിക്കേ, 4ഉം 4ഉം കൂട്ടുമ്പോൾ 8 അല്ലേ ഉള്ളൂ, കൂട്ടുമ്പോൾ 20 കിട്ടും. ഇതിന്ന് കൂട്ടുമ്പോൾ 20 കിട്ടുന്ന തന്നെ ഒറ്റ നമ്പറേ ഉള്ളൂ. അപ്പൊ നമ്മൾ ജോമെട്രിക് മീൻ എന്താന്ന് പോലും അറിയേണ്ട ആവശ്യമില്ല. അരിത്തമെറ്റിക് മീൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ മീനിന്റെ അർത്ഥം എന്താ? ആവറേജ്. അപ്പം 4+6 20, ഓപ്ഷൻ B ആയിരിക്കും വരുന്നത്. ഓക്കെ, നമ്മൾ ജോമെട്രിക് മീൻ ഇനിയിപ്പം 4 × 16 64 ആൻസർ വരുന്നത്. ഇപ്പൊ കൂട്ടുമ്പോൾ തന്നെ 20 കിട്ടുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. ക്ലിയർ അല്ലേ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. HCF ആൻഡ് LCM എന്ന ടോപ്പിക്കിൽ നിന്ന് വരുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. രണ്ട് നമ്പറിന്റെ HCF LCMഉം 21ഉം 84ഉം തന്നിട്ടുണ്ട്. ആ രണ്ട് നമ്പറിന്റെ റേഷ്യോ 1:4 ആണെന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ ലാർജർ ഓഫ് ടു നമ്പേഴ്സ്, രണ്ട് നമ്പർ ഉണ്ട് Aയും Bയും, അതിൽ 1:4 എന്നുള്ള റേഷ്യോയിലാണ് രണ്ടുപേരും ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതായത് ചെറിയ നമ്പർ A എങ്കിൽ വലിയ നമ്പർ B. ഇപ്പൊ 1:4 എന്നുള്ള റേഷ്യോ ആയിരിക്കും. അതായത് ആദ്യത്തെ നമ്പർ 1ഉം രണ്ടാമത്തെ നമ്പർ 4ഉം ആണ് നല്ല അർത്ഥം. ആദ്യത്തെ നമ്പർ 2 ആണെങ്കിൽ രണ്ടാമത്തെ നമ്പർ എത്ര വരണം? 8 വരണം. 2:8 അല്ലെ 1:4 എന്ന് എഴുതാൻ പറ്റും. ആ റേഷ്യോ അതുപോലെ ആയാൽ മതി. പക്ഷെ നമുക്ക് നമ്പർ അറിയുമോ? ഇല്ല. അപ്പം നമ്മൾ നമ്പേഴ്സിനെ 1x എന്നും 4x എന്നും വിളിച്ചു. അപ്പം ഈ റേഷ്യോയിൽ കിടക്കുന്ന നമ്പറിനെ ഒരു കോമൺ വേരിയബിൾ കൊണ്ട് സെയിം ആയിട്ടൊരു നമ്പർ കൊണ്ട് ഗുണിക്കുമ്പോഴല്ലേ യഥാർത്ഥ വാല്യൂ കിട്ടുന്നത്. അത് ഞാൻ x എന്ന് എടുത്തു. ഇനി ഒരു HCF LCM ഒരു കാര്യം, ഒരു തിയറി ഉണ്ട്. അതായത് രണ്ട് നമ്പറിന്റെ HCF എത്രയാണോ അതേ ഇൻറ്റു രണ്ട് നമ്പറിന്റെ LCM എന്താണോ അതേ കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര വരുന്നേ? ഒരു രണ്ട് നമ്പേഴ്സിന്റെ HCF ഇൻറ്റു LCM ചെയ്യുമ്പോൾ കിട്ടുന്നത് ആ രണ്ട് നമ്പറിന്റെ പ്രോഡക്റ്റിന് തുല്യമായിരിക്കും. ഈ ഒരു തിയറം ഇമ്പോർട്ടന്റ് ആണ്, ഇത് ആലോചിച്ച് വെച്ചേക്കണം. Aയും Bയും രണ്ട് നമ്പർ ഉണ്ട്, അവരുടെ HCF എന്ന് പറഞ്ഞാൽ എന്താ? HCF എന്ന് പറഞ്ഞാൽ Aനെയും Bനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ, ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ. അതായത് Aനെയും Bനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പല നമ്പേഴ്സ് ഉണ്ടല്ലോ, അതിൽ ഏറ്റവും വലിയത്. LCM എന്ന് പറഞ്ഞാലോ, Aന്റെ Bന്റെ LCM എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. Aയും Bയും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന കുറെ നമ്പേഴ്സ് ഉണ്ട്, അതിൽ ഏറ്റവും ചെറുത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോക്കി, 12ഉം 6ഉം ഇതിന്റെ HCF എന്ന് പറഞ്ഞാൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? 12നെയും 6നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ അത് ഏതാ? 6 തന്നെയല്ലേ? അപ്പൊ 6 ആയിരിക്കും HCF. ഇനി 12ന്റെയും 6ന്റെയും LCM ചോദിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താ? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് 12 ആൻഡ് 6. 12ഉം 6ഉം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലീസ്റ്റ് ചെറിയ നമ്പർ ഏതാ? അത് 12 തന്നെയല്ലേ? 12നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യും, 12നെ 6 കൊണ്ടും ഡിവൈഡ് ചെയ്യും. അപ്പൊ 12 ആയിരിക്കും ഇതിന്റെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. എന്തായാലും ബേസിക് ആയിട്ട് പറയാം, നമ്മൾ ഇനി ചാപ്റ്റർ എടുക്കുമ്പോൾ ഇതെന്താന്ന് വൃത്തിക്ക് പറയും. ഓക്കെ, ഇനി
നമുക്ക് തന്നേക്കുന്നത് നോക്കി, രണ്ട് നമ്പർ ഉണ്ട്, അവരുടെ റേഷ്യോ 1:4. ഇത് സ്മോളർ നമ്പർ, ഇത് ലാർജർ നമ്പർ, അങ്ങനെ എടുത്തു. സ്മോളർ നമ്പർ 1x ആണെങ്കിൽ ലാർജർ നമ്പറിന് എനിക്ക് 4x എന്ന് എടുക്കാമല്ലോ. ഇവർ രണ്ടുപേരുടെ പ്രോഡക്റ്റ് എത്ര വരും? 4x ഇൻറ്റു എക്സ് 4x². പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ആയിരിക്കും എന്ത്? പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു, നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു, HCF ഇൻറ്റു LCM. രണ്ട് നമ്പർ ഉണ്ടെങ്കിൽ അവരുടെ HCF ഉം LCM ഉം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും എനിക്ക് എന്ത് കിട്ടുന്നത്? അവരുടെ പ്രോഡക്റ്റ് കിട്ടുന്നത്. 4x² ഈസ് ഈക്വൽ ടു HCF എത്ര? 21, LCM 84. 21 x² എന്ന് പറഞ്ഞാൽ 21 ഇൻറ്റു 21, അതായത് x എന്ന് പറഞ്ഞാൽ x ഇൻറ്റു x അല്ലേ, 21 ഇൻറ്റു 21. അതിന്റെ അർത്ഥം എന്താ? എക്സിന്റെ വാല്യൂ 21. എക്സിന്റെ വാല്യൂ 21 കിട്ടി. അപ്പം സ്മോളർ നമ്പർ 21, ലാർജർ നമ്പറോ 21 ഇൻറ്റു 4 84. ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ ആയിട്ട് വരും. ഓക്കെ, ഇത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇത് അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ സമ്മ് കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു വെക്കണം. സം ഓഫ് n numbers n/2 into 2a plus n-1 into d. അതായത് ഒരു ശ്രേണി ഉണ്ടെങ്കിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 1, 3, 5, 7 ഇങ്ങനെ പോകത്തില്ലേ? ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ സെയിം നമ്പർ വെച്ച് കൂടി കൂടി പോകുന്ന ഒരു ശ്രേണി, ഒരു സീരീസ്. ഇവിടെ നോക്കിക്കേ, 2 പിന്നെ 2 കൂടി, അങ്ങനെ 2 വെച്ച് കൂടി കൂടി പോകുന്നതല്ലേ. ഇങ്ങനെ പോയി 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 25 നമ്പേഴ്സ് വരെ ഇങ്ങനെ എഴുതിപ്പോയി. 25 വരെ എന്നല്ല, 25 നമ്പേഴ്സ് വരെ എഴുതിപ്പോയി എങ്കിൽ ആദ്യത്തെ 25 ടൈമിന്റെ സം എത്ര എന്നുള്ള ചോദ്യമൊക്കെ കണ്ടുപിടിക്കാനുള്ള കേസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, 3 ലക്ഷം രൂപ, ഒറ്റ 10, 100, 1000, 15 ലക്ഷം, 3 ലക്ഷം രൂപ ഒരു പേഴ്സൺ ആദ്യം ഇട്ടു. ഓക്കെ, 3 ലക്ഷത്തിന് ഞാൻ 300 1000 ഇട്ടു. കേക്ക് 1000-ന് K നിട്ടു, 300K. അത് കഴിഞ്ഞ് പിന്നെ ഒരു എത്ര, ഒറ്റ 10, 100, 1000, ഒരു 10K കൂടി, 310K, 320K, ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഓരോ വർഷം 10,000 വെച്ച് കൂടി കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ 19 വർഷം അയാൾക്ക് കൂടി. എങ്കിൽ 20 വർഷം ആയപ്പം അയാൾക്ക് ടോട്ടൽ എത്ര എമൗണ്ട് ആയിന്നാ ചോദിച്ചേക്കുന്നത്. അങ്ങനെ ഒന്നാം വർഷം, 2-ാം വർഷം, 3-ാം വർഷം, 4-ാം വർഷം, 5-ാം വർഷം, അങ്ങനെ 20 വർഷം വരെ പോയില്ലെങ്കിൽ അപ്പൊ എന്നിന്റെ വാല്യൂ എത്ര? നമ്പർ ഓഫ് ടൈംസ് ഇൻ ദ സീരീസ് 20/2. 2 ഇൻറ്റു എ എന്ന് പറഞ്ഞ ഇതിലെ എ എന്താ? ഈ സീരീസിലെ ഫസ്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് 3 ലക്ഷം വെച്ചിട്ടല്ലേ. 3 ലക്ഷം ഇൻറ്റു 2 6 ലക്ഷം, അതായത് 600K പ്ലസ് n-1 20 - 1 19 ഇൻറ്റു ഡി. ഡി എന്ന് പറഞ്ഞാൽ എന്താ? കോമൺ ഡിഫറൻസ്, അതായത് എത്ര വെച്ചാ കൂടി കൂടി പോന്നെ? 10,000 വെച്ചല്ലേ കൂടി കൂടി പോന്നെ. 10,000-ന് 10K എന്നിട്ടു. അപ്പൊ 790K എത്ര? 10 ഇൻറ്റു 790K. അതായത് 7,90,000 ആണെങ്കിൽ ഒറ്റ 10, 100, 1000, 15 ലക്ഷം, 10 ലക്ഷം, 79 ലക്ഷം ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ. ഓക്കെ, എങ്കില് അടുത്ത നോക്കിയേ, ഇത് ഓൾജിബ്രയിലെ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സ്ഥിരം പഠിച്ച ഒരു സാധനം ഉണ്ടല്ലോ, a² - b² എന്ന് പറഞ്ഞാൽ എന്താ? a + b ഇൻറ്റു a - b. അതായത് a - b എന്ന് പറഞ്ഞാൽ എന്നാ വരും? ഇത് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നേ, a² - b² ബൈ a + b. ഇനി നോക്കി, അപ്രോക്സിമേറ്റ് ആൻസർ മതിയെ. ഇനിയും a² - b². ഇവിടെ എന്റെ സ്ഥാനത്ത് നോക്കി, √1.01 പ്ലസ് √1.99 ഇൻറ്റു √1.09 മൈനസ് √0.99. ഇതിന്റെ ആൻസർ എന്തായിരിക്കും? അതായത് a + b ഇൻറ്റു a - b എന്ന് എനിക്ക് ഇതിനെ എഴുതിക്കൂടെ? അപ്പം √1.01 മൈനസ് √0.099 ഇസ് ഈക്വൽ ടു a² - b². ഇവിടെ എന്റെ സ്ഥാനത്ത് എന്താ? ഇത് എന്റെ സ്ഥാനത്ത്, ഇത് ബിന്റെ സ്ഥാനത്ത് ഇത്. അപ്പൊ a² എന്ന് പറഞ്ഞാൽ ഈ റൂട്ട് പോകും. 1.01 മൈനസ് എന്നാ വരും? ഇപ്പൊ ചോദിച്ചേക്കുന്നത് മൈനസ് വാല്യൂ അല്ലേ? ഓക്കെ, മൈനസ് 0.99 ബൈ a + b, അതായത്
1.01 പ്ലസ് √0.99. ഇത് എത്ര ചെയ്യുമ്പോൾ എത്ര വരും? നമുക്കൊരു അപ്രോക്സിമേറ്റ്ലി 0.02 വരും. ഇത് ചെയ്യുമ്പോൾ ഇതിന് അപ്രോക്സിമേറ്റ്ലി ആണ്, കറക്റ്റ് 6 ഡെസിമൽ അല്ല. അപ്രോക്സിമേറ്റ്ലി ഇത് 1 ആണെങ്കിൽ √1 ആയിരുന്നെങ്കിൽ √1 ഇതും 1 ആയിരുന്നു, √1 1 പ്ലസ് 1 2, അതായത് 0.01 ആയിരിക്കും വരുന്നത്. അപ്രോക്സിമേഷൻ ആണ്, ഒന്നുമില്ല. ഓപ്ഷൻ എ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിലാണ്. പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിലെ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ എടുക്കുന്നുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഓക്കെ, അത്യാവശ്യം ഒന്ന് സിലബസ് ഒരു പൊടിക്ക് തീർത്തവർക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ വരുന്ന ഒരു അവയർനെസ്സിന് വേണ്ടി നമ്മൾ എടുക്കുന്നത്. ഇത് ആക്ച്വലി നമ്മൾ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എടുക്കും, അപ്പം പഠിച്ചു കഴിഞ്ഞാൽ മതി, എളുപ്പമാണ്. 6 ബ്ലാക്കും 6 റെഡും ഉണ്ട് എങ്കിൽ 2 ബ്ലാക്കും 3 റെഡും എത്ര നമ്പർ ഓഫ് രീതിയിൽ സെലക്ട് ചെയ്യാം? അപ്പൊ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ഷൻസ്. അപ്പൊ നമ്മൾ അത് എങ്ങനെ എഴുതുന്നേ? 5 ബ്ലാക്കിൽ നിന്ന് 2 എണ്ണം സെലക്ട് ചെയ്യുന്നതിന് എങ്ങനെ എഴുതുന്നത്? 5C2 എന്നാണ് എഴുതുന്നത്. അതും ആൻഡ് വന്നാൽ എപ്പോഴും ഇൻഡു ഇട്ടോണം, 4 വന്നാൽ പ്ലസ് ചെയ്തോണം. ഇനി 6 റെഡ് ബോൾസിൽ നിന്ന് 3 റെഡ് ബോൾ എടുക്കുന്ന കോമ്പിനേഷൻ എത്ര? 6C3 is equal to 5 into 5 into 4 by 2 into 1 into 6 into 5 into 4 by 3 into 2 into 1. ഓക്കെ, 20 into 2 20 into 10, 5 into 2 10 അല്ലേ, ഇത് 20. 200 നമ്പർ ഓഫ് വേയിൽ സെലക്ട് ചെയ്യാം. ഓപ്ഷൻ സി ആയിരിക്കും വരുന്നത്. അപ്പം ഇത് ക്ലിയർ ആവാത്തവർ നമ്മൾ ബേസിക് എടുക്കുന്ന സമയത്ത് ഒന്ന് കണ്ടേക്കാം. ഓക്കെ, അത് കണ്ടിട്ട് ഈ പ്രീവിയസ് ഇയറിനെ കുറിച്ച് നിങ്ങളുടെ കോൺഫിഡൻസ് ഡെഫിനറ്റ്ലി ബൂസ്റ്റ് ചെയ്യും. നമ്മൾ പഠിക്കുന്ന കണ്ടന്റ് വെച്ച് നോക്കുവാണെങ്കിൽ വലുതായിട്ടൊന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻ, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. ഈ ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് അപ്പം നമുക്ക് എലാബറേറ്റ് ആയിട്ട് പറയാം. ഇത് നോക്കി, ഇത് കോർഡിനേറ്റ് ജോമെട്രിയിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഒരു ഇക്വേഷൻ ഉണ്ട്, ax plus by plus c. നമ്മൾ ലീനിയർ ഇക്വേഷൻസ് കുറെ പഠിച്ചിട്ടില്ലേ? ഇത് എന്താണെന്ന് അറിയുമോ? ഇപ്പൊ 3x plus 4y is equal to 6 എന്ന് പറഞ്ഞ കുറെ ഇക്വേഷൻസ് പഠിച്ചിട്ടില്ലേ? പവർ 1 ആയിട്ടുള്ള ലീനിയർ ഇക്വേഷൻസ്. ഈ ഇക്വേഷൻ എല്ലാം ആക്ച്വലി കോർഡിനേറ്റ് ജോമെട്രിയിൽ ലൈൻസ് ആണ്. ഇങ്ങനെ എഴുതുന്ന എല്ലാ ഇക്വേഷനും നമ്മൾ ലൈൻസിന്റെ, അതായത് ഇപ്പൊ ഞാൻ ചെയ്തു, എന്റെ പേര് ചെയ്തു, ഞാൻ ആരാന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കണമെങ്കിൽ ഈ ബോഡി അല്ല കാണിക്കുന്നത് എന്ന് പറയുന്നത് പോലെ ഇതെന്റെ പേരാണ്. ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരച്ച് കാണിക്കുമ്പോൾ എപ്പോഴും ഒരു ലൈൻ ആയിരിക്കും, സർക്കിളോ ഒന്നും ആയിരിക്കത്തില്ല, ഒരു ലൈനിന്റെ ഇക്വേഷൻ ആയിരിക്കും ഇത്. അപ്പം ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടെന്ന് വെച്ചോ, ഇതാണ് ലൈൻ, അതിന്റെ പേര് ഇത്. ഈ ലൈനിൽ നിന്ന് d ദൂരം മാറി കിടക്കുന്ന പോയിന്റ് ആണ് x1 y1 എങ്കിൽ ഇത് എത്ര ദൂരമാണ് d കണ്ടുപിടിക്കുന്നത് ചോദിച്ചാൽ എങ്ങനെ കണ്ടുപിടിക്കും? മോഡ് ഓഫ് ax1 പ്ലസ് by1 പ്ലസ് c ബൈ, മോഡ് എന്ന് പറഞ്ഞാൽ എന്താ? പോസിറ്റീവ് വാല്യൂ മതി, ബൈ റൂട്ട് ഓഫ് x1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ. ഇവിടെ നോക്കിക്കേ, ഇവിടെ x1 ഉം y1 എത്ര? 2 ഉം 3 ഉം. അപ്പം 2 പ്ലസ് 3 മൈനസ് 1, ഈ 1 ഇപ്പുറത്തോട്ട് വരണേ, ബൈ ഇതിന്റെ മോഡേ ബൈ റൂട്ട് ഓഫ് 2 സ്ക്വയർ അല്ലല്ലോ, റൂട്ട് ഓഫ് ax പ്ലസ് by. എപ്പുറത്തോട്ട് വരുമ്പോൾ എന്താവും ഇക്വേഷൻ? ax പ്ലസ് by മൈനസ് 1 is equal to 0 എന്നായില്ലേ? അപ്പൊ c ന്റെ സ്ഥാനത്ത് 1, b ന്റെ സ്ഥാനത്ത് ഇവിടെ എത്ര? x പ്ലസ് y മൈനസ് 1, b ന്റെ സ്ഥാനത്ത് 1, a ന്റെ സ്ഥാനത്ത് 1. അപ്പൊ 1 പ്ലസ് 1 റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, 5 മൈനസ് 1 4, 4 ബൈ റൂട്ട് 2. 4 എനിക്ക് 2 into 2 എന്ന് എഴുതാം, ബൈ റൂട്ട് 2. വെട്ടിപ്പോകുമ്പോൾ എത്ര? 2 റൂട്ട് 2 എന്ന് വരും. 2നെ റൂട്ട് കൊണ്ട് വെട്ടാൻ നേരം റൂട്ട് 2, പിന്നെ 2 വരും. ഓപ്ഷൻ 2 റൂട്ട് ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത് സെറ്റ് തിയറി ഉണ്ട്. എളുപ്പമുള്ള സാധനമാണ് ഇത്. നമ്മൾ സെറ്റ് പഠിക്കത്തില്ലേ? അതായത് നോക്കിക്കേ, ഫ്രഞ്ച് സ്പീക്ക് ചെയ്യുന്ന ആള് 50 ആൾക്കാരുണ്ടെന്നാ പറഞ്ഞു. ഇതിന്റെ അർത്ഥം 50 പേര് ഫ്രഞ്ച് മാത്രം സംസാരിക്കുന്നു എന്നല്ല, ഫ്രഞ്ച് സ്പീക്ക് ചെയ്യുന്ന 50 പേരുണ്ട്. ആ 50 പേരിൽ എത്രയോ പേര് സ്പാനിഷും സ്പീക്ക് ചെയ്യാം, എനിക്കറിയത്തില്ല. പക്ഷെ ഫ്രഞ്ച് സ്പീക്ക് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം എടുത്തപ്പം 50 ഉണ്ട്. ഫ്രഞ്ച് മാത്രം സ്പീക്ക് ചെയ്യുന്ന ആൾക്കാരല്ല 50, ഫ്രഞ്ച് സ്പീക്ക് ചെയ്യുന്ന ആൾക്കാർ 50. അപ്പൊ ഈ സർക്കിള് 50നെ റെപ്രസെന്റ് ചെയ്യും.
ഇനി വേറൊരു സർക്കിളും കൂടെ വരയ്ക്കാം. ഈ സർക്കിൾ എന്തിനെ റെപ്രസെന്റ് ചെയ്യും? സ്പാനിഷ് സ്പീക്ക് ചെയ്യുന്ന ആൾക്കാരെ റെപ്രസെന്റ് ചെയ്യും. അപ്പം 20 ആൾക്കാർ സ്പാനിഷ് ഒള്ളി എന്നല്ലല്ലോ പറഞ്ഞേ, സ്പാനിഷ് സ്പീക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഇത് മൊത്തത്തിൽ എന്ന് പറയുന്നത് എത്ര? 20 ആണ്. ഇനി ഓക്കെ, സ്പാനിഷും അല്ല ഫ്രഞ്ചും സ്പാനിഷും കൂടെ സംസാരിക്കുന്നത് എത്ര പേരുണ്ട്? 50 + 20 ചെയ്യാൻ നേരം ഓക്കെ, 50 + 20. ഫ്രഞ്ച് സ്പാനിഷ് എന്ന് പറയുമ്പോൾ നമ്മൾ 50 + 20 ആഡ് ചെയ്തു. പക്ഷെ നോക്കിയേ, 50 + 20 എന്ന് പറയുമ്പോൾ നോക്കി, ഈ സാധനം ആഡ് ചെയ്യുമ്പം ഈ നടുക്കത്തെ സാധനം ഒന്നുകൂടെ റിപ്പീറ്റ് ആയിട്ടില്ലേ? ഇതിന്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇത് റിപ്പീറ്റ് ആയില്ലേ? ആക്ച്വലി നമുക്ക് ഇത് ആഡ് ചെയ്തിട്ട് ഇത് ആഡ് ചെയ്താൽ പോരെ, എല്ലാം ഒരു തവണ പോരെ. അപ്പൊ ഈ നടുക്ക് കാണിച്ചേക്കുന്ന സാധനം എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാ? ഫ്രഞ്ചും സ്പാനിഷും കൂടെ ഇന്റർലിങ്ക് ചെയ്യുവാണെങ്കിൽ രണ്ടും കൂടെ എത്ര സ്പീക്ക് ചെയ്യും എന്നുള്ളതിന്റെ എണ്ണമല്ലേ ഇവിടെ റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. അത് എത്ര? ക്വസ്റ്റിന് പറയുന്നുണ്ടല്ലോ, 10. അപ്പൊ ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് 10 കുറയ്ക്കാൻ നേരം എനിക്ക് എത്ര കിട്ടും? 50 + 20, 70 - 10, 60 ആൾക്കാരെ ആയിരിക്കും. ഒരു ലാംഗ്വേജ് എങ്കിലും സ്പീക്ക് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം 60 ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടില്ലേ? A യൂണിയൻ B = A + B - A ഇന്റർസെക്ഷൻ B. ഇതാണ് സെറ്റ് തിയറി. ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, ആൻസർ എത്ര വരും? 60, ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻസ് ഇത്രയേ ഉള്ളൂ. ക്വാണ്ടിന്നും ഞാൻ പറഞ്ഞില്ല, യൂണിറ്റ് വൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്വാണ്ടിന്നും ഓൾജിബ്രയിന്നും, അതായത് യൂണിറ്റ് 1 ഇത്രയും, പ്ലസ് യൂണിറ്റ് 2 ഇന്റഗ്രേഷൻ കാൽക്കുലസ് ഇല്ല, അതല്ലാത്ത ഏത് കോർഡിനേറ്റിന്റെയും ക്വസ്റ്റ്യൻസ് ആണ് ഇത്ര ഉണ്ടായിരുന്നത്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പം പ്രാക്ടീസ് ചെയ്യുക. ബേസിക് വരുന്ന സമയത്ത് ബേസിക് വീഡിയോ കാണുക, കുറെ ക്ലാരിറ്റി ഉണ്ടാക്കിയിട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.